കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗൂണ്ടാ നേതാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് രൂപീകരിച്ചിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ 18-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക. 24 എക്സ്ക്ലൂസീവായി ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. RAരുൺരാജ് കൊല്ലത്തുനിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണ് ഈ ഗൂണ്ടാപ്പക, അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യം നമ്മൾ അറിഞ്ഞതാണ്. തോട്ട എറിഞ്ഞ് വീട് തകർക്കുന്നു, വാതിൽ തകർക്കുന്നു, അതിനകത്ത് കയറുന്നു, വെട്ടിക്കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഗൂണ്ടാപ്പക കഴിഞ്ഞ കുറേ നാളുകളായി ഉള്ളതിൻ്റെ ഒരു പ്രതികരണമാണ് ഇന്ന് നമ്മൾ കണ്ടത്, കഴിഞ്ഞ രാത്രിയിൽ കണ്ടത്. അപ്പോൾ അതിൽ കേസ് ഏത് രീതിയിലായിരിക്കും അന്വേഷിക്കുക? ആരൊക്കെയാണ് ഈ ടീമിലുള്ളത്, അരുൺ? പ്രജിൻ, അല്പസമയം മുമ്പാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ ഒരു കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് കരുനാഗപ്പള്ളിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവും അടക്കമുള്ള കാര്യങ്ങൾ കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നുള്ളതാണ്. 18-അംഗ സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. 3 ഇൻസ്പെക്ടർമാരും 4 SIമാരും അടങ്ങുന്ന ഈ സംഘത്തിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഉദ്യോഗസ്ഥരടക്കം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകും. പ്രധാനമായും കഴിഞ്ഞ ഇത്രയും മണിക്കൂറുകളായി പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ജില്ലയുടെ മുഴുവൻ സേനാ സംവിധാനത്തെയും ഉപയോഗിച്ചിട്ടും ഈ പ്രതികളെ കിട്ടുന്ന രീതിയിലുള്ള യാതൊരു ലീഡും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച വേഗത്തിലുള്ള അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ് തയ്യാറെടുക്കുന്നത്. നേരത്തെ തന്നെ പ്രതികൾ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട സാഹചര്യം അടക്കമുള്ളത് പോലീസിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതികളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞിട്ട് പോലും അവരെ പിടികൂടാൻ കഴിയാതെ പോകുന്നത് പോലീസിന്റെ വീഴ്ചയായി പോലും വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണത്തിന് ഒരു ത്വരിത വേഗം കൊണ്ടുവരാൻ ഇപ്പോൾ അന്വേഷണ സംഘം ഈ പോലീസ് തയ്യാറെടുക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ യോഗം ചേർന്ന വിവിധ ടീമുകളായി ഇപ്പോൾ വിവിധ ഭാഗങ്ങളിലേക്ക്, ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സംഘം യാത്ര തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.